ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ അൽ വഹദത്ത് ഹാമിസ് അഷ്റ 15ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്? വൽതകുൻ മിൻകും ഉമ്മത്തുൻ, വൽതകുൻ മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായിക്കൊള്ളട്ടെ എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. പാഠത്തിൽ എന്താണ് പറയുന്നത്? ഫർള് കിഫായയെ കുറിച്ചിട്ടാണ്. ഫർള് കിഫായായ 10 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആല നിശ്ചയിച്ച പരിധികൾ പാലിക്കുന്നവൻ്റെയും ലംഘിക്കുന്നവൻ്റെയും ഉപമ കപ്പൽ യാത്രക്കാരുടേതാണ്. അല്ലാഹു തആല നിശ്ചയിച്ച പരിധികൾ പാലിക്കുന്നവൻ്റെയും ലംഘിക്കുന്നവൻ്റെയും ഉപമ കപ്പൽ യാത്രക്കാരുടേതാണ്. അവരിൽ ചിലർ കപ്പലിൻ്റെ താഴെ തട്ടിലും ചിലർ മുകളിലെ തട്ടിലുമായിരുന്നു. താഴെയുള്ളവർ വെള്ളം ആവശ്യമായപ്പോൾ മുകളിലെ തട്ടിലുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ കപ്പലിൻ്റെ അടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാം. മുകളിലെ തട്ടിലുള്ളവർ താഴെ തട്ടിലുള്ളവരുടെ ഈ തീരുമാനം അംഗീകരിച്ചാൽ എല്ലാവരും മുങ്ങിമരിക്കും, തടഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും ഫർള് കിഫായയാണ്. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും ഫർള് കിഫായയാണ്. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. എന്താണ് ഫർള് കിഫായ എന്ന് വെച്ചാൽ എന്താണ്? ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും, അതായത് ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകും, എന്നാൽ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണെന്ത്? ഫർള് കിഫായ. മനസ്സിലാക്കുക. എന്നാൽ ഫർള് കിഫായയുടെ പ്രതിഫലം അത് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫർള് കിഫായയുടെ പ്രതിഫലം അത് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട ഫർള് കിഫായകൾ താഴെ പറയുന്നു. അതായത് ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും, അതായത് ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യങ്ങൾ ആണ് താഴെ പറയുന്നത്. മനസ്സിലാക്കുക. വിശ്വാസകാര്യങ്ങൾ സമർത്ഥിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു തആലയുടെ ആസ്തിക്യം, നുബുവത്ത്, അന്ത്യനാൾ, മഹ്ശറ തുടങ്ങിയ വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക. തെറ്റിദ്ധാരണകൾ തിരുത്തുക. ജനങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഫർള് കിഫായയായ കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാവും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. രണ്ടാമത്തത്, ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുക. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ ശരീഅത്തിന്റെ ജ്ഞാനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അടുത്തത്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസമനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അടുത്തത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ശർഇൽ വാജിബായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. അത് ഫലപ്രദമല്ലെന്നറിഞ്ഞാലും അപ്രകാരം ചെയ്യണം. പിന്നെന്താണ്? ഓരോ വർഷവും ഹജ്ജും ഉംറയും നിർവഹിക്കുക. അതെല്ലാവരും ചെയ്യണം എന്നല്ല പറയുന്നത്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാവും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫർള് കിഫായയായ കാര്യങ്ങളാണ്. ഹജ്ജും ഉംറയും എല്ലാ വർഷവും നടക്കണം, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? ജനാസ സംസ്കരണം,
ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക തുടങ്ങിയ കാര്യങ്ങൾ ജനാസ സംസ്കരണത്തിൻ്റെ ഭാഗമാണ്. ജനാസ സംസ്കരണം അപ്പം അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ചെയ്യാൻ തയ്യാറാവണം. അതാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഒരാരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അപ്പോൾ അത് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതാ, ഒന്നിലധികം ആളുകളോട് സലാം മടക്കൽ. ഒരാൾ മടക്കിയാൽ മതി. അന്യ പുരുഷനോട് സലാം പറയലും മടക്കലും സ്ത്രീക്ക് ഹറാമാണ്. അന്യ സ്ത്രീയോട് സലാം പറയലും മടക്കലും പുരുഷന് കറാഹത്താണ്. അന്യ സ്ത്രീയോട് സലാം പറയൽ, പുരുഷന് സലാം പറയുന്നതിൻ്റെ വിധി കറാഹത്താണ്. സ്ത്രീക്ക് അന്യപുരുഷന്മാരോട് സലാം പറയുന്നതിൻ്റെ വിധി ഹറാമാണ്. മനസ്സിലാക്കുക. എന്നാൽ ഒരു സംഘം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സലാം മടക്കൽ നിർബന്ധമാണ്. പിന്നെന്താ പറയുന്നത്? സലാം പറയൽ സുന്നത്താണ്. ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ മടക്കൽ ഫർള് ഐനാണ്. ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ അവിടെ സലാം മടക്കൽ ഫർള് ഐനാണ്. എന്നാൽ ഫാസിക്കിനും മുബ്തദിനും സലാം പറയാനോ മടക്കാനോ പാടില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയാൻ സുന്നത്തില്ല. മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാമിൻ്റെ പൂർണ്ണ രൂപം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് മടക്കുന്നതിൻ്റെ പൂർണ്ണ രൂപം. കണ്ടുമുട്ടുമ്പോൾ ചെറിയവർ വലിയവരോടും നടക്കുന്നവൻ നിൽക്കുന്നവരോടും വാഹനത്തിലുള്ളവൻ അല്ലാത്തവരോടും കുറഞ്ഞ സംഘം കൂടുതലുള്ള സംഘത്തോടും സലാം പറയലാണ് സുന്നത്ത്. സലാം പറയുമ്പോൾ മുസാഫത്ത് ചെയ്യലും സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. തല കുനിച്ച് അഭിവാദ്യം ചെയ്യൽ കറാഹത്താണ്. തല കുനിച്ച് അഭിവാദ്യം ചെയ്യൽ കറാഹത്താണ്. അപ്പോൾ ഇവിടെ കുറേ വിധികൾ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. സലാമിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് അവസാനത്തിൽ ചോദ്യം വരാം. സലാം പറയൽ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ് പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ്. നന്നായി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വൈദ്യശാസ്ത്രം, എൻജിനീയറിങ്, നിയമം, കാർഷികം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ ജനങ്ങൾക്ക് പൊതുവായി ആവശ്യമാവുന്ന മേഖലകളിൽ ആവശ്യമായത്ര ആളുകൾ ഉണ്ടാവുക. ഈ മേഖലകളിലേക്കൊക്കെ ആവശ്യമായ അത്ര ആളുകൾ ഉണ്ടാവുക. അടുത്തതാ, ധർമ്മസമരം നടത്തുക. ദീനീ പ്രചാരത്തിൻ്റെ മാർഗങ്ങൾ സുഗമമാക്കാൻ, ആക്രമികളെ തടയാനും പീഡനം അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാനും ധർമ്മസമരം നടത്തുക. മനസ്സിലാക്കുക. അടുത്തതാ, സാക്ഷി നിൽക്കുക. വിവാഹം, സാമ്പത്തിക ഇടപാടുകൾ, കരാർ പത്രങ്ങൾ തുടങ്ങിയവക്ക് സാക്ഷിയെ ആവശ്യമാകുമ്പോൾ അത് നിർവഹിക്കുക. അപ്പോൾ ഇത്രയും 10 കാര്യങ്ങൾ ഫർള് കിഫായയായ കാര്യങ്ങളാണ്. അതായത് ഒരാൾ ചെയ്യൽ നിർബന്ധമാണ്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാവും. അപ്പോൾ അതിൻ്റെ പ്രതിഫലം ചെയ്ത ആൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നന്നായി പഠിക്കുക. ഈ പാഠഭാഗം ഫർള് കിഫായയായ 2 കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ, എക്സാമിന് ചോദ്യം വന്നാലൊക്കെ എഴുതാൻ കഴിയുന്ന രീതിയിൽ 2 കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ചുരുക്കി എഴുതാനൊക്കെ വരും ഫർള് കിഫായയെക്കുറിച്ച്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. നെസ്സിൽ യോജിച്ച് ചേർക്കാനാണ്. സ്ത്രീ അന്യ പുരുഷന് സലാം പറയൽ എന്താണ്? ഹറാമാണ്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത്, തല കുനിച്ച് അഭിവാദനം ചെയ്യൽ എന്താണ്? കറാഹത്താണ്. ബി. തല കുനിച്ച് അഭിവാദനം ചെയ്യൽ അപ്പോൾ കറാഹത്താണ്. മനസ്സിലാക്കുക. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തൽ എന്താണ്? ഫർള് കിഫായയാണ്. സാന്ത്വന പ്രവർത്തനം നടത്തൽ ഫർള് കിഫായയാണ്. മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അടുത്തതാ,
ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് ഫർള് കിഫായ? എന്താണ് ഫർള് കിഫായ? അപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. എന്താണ് ഫർള് കിഫായ എന്ന് വെച്ചാൽ അത് എഴുതാൻ മനസ്സിലാക്കുക. അടുത്തത് വിശ്വാസ കാര്യങ്ങൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. വിശ്വാസ കാര്യങ്ങൾക്ക് 4 ഉദാഹരണം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു തആലയുടെ ആസ്തിക്യം, നുബുവത്ത്, അന്ത്യനാള്, മഹ്ശറ തുടങ്ങിയ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. 4 എണ്ണം. അല്ലാഹു തആലയുടെ ആസ്തിക്യം, നുബുവത്ത്, അന്ത്യനാള്, മഹ്ശറ, ഇതൊക്കെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്താണ് ഈ സാന്ത്വന പ്രവർത്തനം? അപ്പം നമുക്ക് ഇവിടുന്ന് എഴുതാം. എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് സാന്ത്വന പ്രവർത്തനം. മനസ്സിലാക്കുക, എഴുതുക. അടുത്തത് ജനാസ സംസ്കരണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം? ജനാസ സംസ്കരണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം? ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ഇതാണ് ജനാസ സംസ്കരണത്തിൻ്റെ ഘട്ടങ്ങൾ. അടുത്തത് സലാം പറയൽ സുന്നത്തില്ല. ആർക്കാണ്? വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. സലാം പറയാൻ പാടില്ല. ആരോടാണ് സലാം പറയാൻ പാടില്ലാത്തത്? ഫാസിക്കിനും മുബ്തദിനും സലാം പറയാനോ മടക്കാനോ പാടില്ല. ഫാസിക്കിനും മുബ്തദിനും സലാം പറയാനോ മടക്കാനോ പാടില്ല. മനസ്സിലാക്കുക. അടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? പുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയൽ ഡാഷാണ്. എന്താണ്? കറാഹത്താണ്. പുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്താണ്. അടുത്തതോ സലാം പറയുമ്പോൾ ഡാഷ് ചെയ്യൽ സുന്നത്താണ്. എന്താണ്? മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. അടുത്തതോ തെറ്റ് ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഡാഷാണ്. തെറ്റ് ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഫർള് കിഫായയാണ്. ഫർള് കിഫായയാണ്. അത് എഴുതുക. അടുത്തതാ ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കലും ഫർള് കിഫായയാണ്. പഠിക്കലും പഠിപ്പിക്കലും ഫർള് കിഫായയാണ്. മനസ്സിലാക്കുക. ചെറിയവർ വലിയവർക്ക് സലാം പറയണം. ചെറിയവർ വലിയവർക്ക് സലാം പറയണം. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതിന് തഹസീസാണ്, പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് ഇവിടെ വന്നത്? ഫർള് കിഫായയായ 10 കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി തയ്യാറാക്കുക. അതായത് നമ്മൾ പാഠത്തിൽ പറഞ്ഞ ഫർള് കിഫായയായ 10 കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി തയ്യാറാക്കാനാണ്. പിന്നെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഹദീസ് കുട്ടികൾ ചർച്ച ചെയ്യുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ. എന്താ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആല നിശ്ചയിച്ച പരിധികൾ പാലിക്കുന്നവൻ്റെയും ലംഘിക്കുന്നവൻ്റെയും ഉപമ കപ്പൽ യാത്രക്കാരുടേതാണ്. അപ്പോൾ ഇവിടെ കപ്പൽ യാത്രക്കാർ വെള്ളം ആവശ്യമുള്ളവർ താഴെ ദ്വാരമുണ്ടാക്കിയാൽ വെള്ളം ആവശ്യമില്ലാത്തവരായ മുകൾ തട്ടിലുള്ളവരും മുങ്ങി മരിക്കും. അപ്പം അതുപോലെയാണ് എന്ത്? അല്ലാഹു തആല നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, അതായത് ഒരാൾ നന്മ ചെയ്താൽ അത് കാരണം എല്ലാവരും കുറ്റമുക്തരാകുന്നു. ഒരാൾ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നത് ഒരാൾ തടഞ്ഞില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം. എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? വീട്ടുകാർക്ക് സലാം പറയാറുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ
മദ്രസയിലേക്കും സ്കൂളിലേക്കും പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയാറുണ്ട്, തിരിച്ചു വരുമ്പോൾ സലാം പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ലിസ്റ്റ് തയ്യാറാക്കാനും. അപ്പോൾ അത് ക്ലാസ് വർക്കാണ്, നന്നായി മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് ഈ 15ാമത്തെ പാഠത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഫർള് കിഫായായ 10 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ഫിഖ്ഹിൽ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല. പഠിച്ച് നല്ല മിടുക്കരാകുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.